കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. PSC ഇംഗ്ലീഷ് സീരീസിൽ ഇന്ന് ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ ടാഗിൽ വരാൻ സാധ്യതയുള്ള എല്ലാതരം ക്വസ്റ്റ്യൻസും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്കിന്ന് ഈ ടോപ്പിക്ക് കവർ ചെയ്യാൻ കഴിയും. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ഒരു സെൻറ്റൻസ് തന്നാൽ അതിനുശേഷം അങ്ങനെയല്ലേ എന്ന ചോദ്യമാണ് ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവൻ നല്ലൊരു കുട്ടിയാണ്, അവൻ അങ്ങനെയല്ലേ, അതാണ് ടാഗ്. അതിന് 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സെൻറ്റൻസിൽ തന്നിട്ടുള്ള പ്രോണൗണും ഓക്സിലറി വെർബും വെച്ചിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് രൂപീകരിക്കുന്നത്. അതുപോലെ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇത്രയാണ് ഇതിൽ ബേസിക്കായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ വീഡിയോ പൗസ് ചെയ്യുക, സ്വന്തമായിട്ട് ആൻസർ കണ്ടെത്തി എഴുതി വെക്കുക, അതിനുശേഷം മാത്രം വീഡിയോ പ്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് ഒന്നുകൂടി എഫക്റ്റീവ് ആക്കാൻ കഴിയും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ടാഗ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹീ ഈസ് എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്. ഹീ ഈസ് എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്. ക്വസ്റ്റ്യൻ ടാഗ് എന്താ വരിക? ആദ്യം പോസിറ്റീവാണോ നെഗറ്റീവാണോ സെൻറ്റൻസ്? ഹീ ഈസ് എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അപ്പോൾ നെഗറ്റീവ് ആയിരിക്കണം ടാഗ്. അതുപോലെ ഇവിടെ തന്നിട്ടുള്ള പ്രോണൗൺ എന്താണ്? ഹീ ആണ്. അതുപോലെ ഓക്സിലറി വെർബ് ഈസ് ആണ്. അപ്പോൾ ഈസ് നോട്ട് ഹീ. ഈസ് ആദ്യം ഓക്സിലറി വെർബ് എഴുതി, ദെൻ നെഗറ്റീവ് ആക്കണം, സോ നോട്ട് എന്ന് കൊണ്ടുവന്നു, ആൻഡ് പ്രോണൗൺ ഹീ, ദെൻ ഒരു ക്വസ്റ്റ്യൻ മാർക്കും. അതാണ് ടാഗ്. ഈസ് നോട്ട് ഈ അല്ലെങ്കിൽ ഈസ് ഇൻറ്റു ഹീ ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദേ ആർ കമ്മിങ് ടുമോറോ. ദേ ആർ കമ്മിങ് ടുമോറോ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ദേ ആണ് പ്രോണൗൺ ആയിട്ട് വരുന്നത്, ആർ ആണ് ഓക്സിലറി വെർബ്. സോ ആർ നോട്ട് ദേ, ആർ ഇൻറ്റു ദേ ആണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരിക. ആർ ഇൻറ്റു ദേ, ദേ ആർ കമ്മിങ് ടുമോറോ, ആർ ഇൻറ്റു ദേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ആം എ ഗുഡ് പേഴ്സൺ. ഐ ആം എ ഗുഡ് പേഴ്സൺ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഐ ആണ് പ്രോണൗൺ ആയിട്ട് വരുന്നത്, ആം ആണ് ഓക്സിലറി വെർബ്. അപ്പോൾ നെഗറ്റീവ് ടാഗ് ആണ് വരേണ്ടത്. അപ്പോൾ ആം നോട്ട് ഐ ആണോ വരിക? ഓക്സിലറി വെർബാണ് ആദ്യം എഴുതേണ്ടത്. ആം നോട്ട് ഐ ആണ് നമ്മൾ റൂൾ വെച്ച് വരുന്നത്. പക്ഷേ ആം ഒരിക്കലും നോട്ടിനോട് ചേർത്ത് പറയില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ആർ നോട്ട് ഐ, ആർ ഇൻറ്റ് ഐ ആണ് ആൻസർ വരിക. ഐ ആം എ ഗുഡ് പേഴ്സൺ, ആർ ഇൻറ്റ് ഐ. ആം ഇൻറ്റ് ഐ പറയില്ല, സോ ആർ ഇൻറ്റ് ഐ ആണ്. ഒരു ആം എന്ന് വെച്ചിട്ട് ഓക്സിലറി വെർബ് വെച്ചിട്ട് സെൻറ്റൻസ് വന്നാൽ അതിനെ നെഗറ്റീവ് ടാഗ് ആക്കണമെങ്കിൽ ആർ ഇൻറ്റ് ഐ ആണ് കൊടുക്കുക. ഐ ആം നോട്ട് ഗോയിങ് ദർ. ഐ ആം നോട്ട് ഗോയിങ് ദർ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇവിടെ നോട്ട് വന്നു, സോ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് ആണ് വരേണ്ടത്. ആൻഡ് പ്രോണൗൺ ഐ ആണ്, ആം ആണ് ഓക്സിലറി വെർബ്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ആമിൻ്റെ കൂടെ നോട്ട് വരില്ല, അതുകൊണ്ടാണ് ഓക്സിലറി ആയിട്ട് ടാഗിൽ ആറ് കൊണ്ടുവന്നത്. ഇവിടെ പോസിറ്റീവ് ടാഗ് ആണ് വരേണ്ടത്. അപ്പോൾ എന്താണ്, ഇവിടെ ആറ് ആക്കേണ്ട ആവശ്യമില്ല, എം ഐ എന്നാണ് ആൻസർ വരിക. ഈ ഫോർത്ത് ശ്രദ്ധിക്കുക. ഐ ആം എ ഗുഡ് പേഴ്സൺ, ആർ ഇൻറ്റ് ഐ. ആം ഇൻറ്റ് ഐ എന്ന് പറയില്ല, ആർ ഇൻറ്റ് ഐ ആണ് വരിക. എന്നാൽ ഐ ആം നോട്ട് ഗോയിങ് ദർ നെഗറ്റീവ് സെൻറ്റൻസിന് പോസിറ്റീവ് ടാഗ് കൊടുക്കുമ്പോൾ എം ഐ എന്താണ് പറയാൻ പറ്റും, പക്ഷെ ആം ഇൻറ്റ് ഐ എന്ന് പറയില്ല, അവിടെ ആർ ഇൻറ്റ് ഐ കൊടുക്കണം. എന്നാൽ പോസിറ്റീവ് ടാഗ് ആണെങ്കിൽ എം ഐ എന്ന് കൊടുക്കാം. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഷീ വർക്ക്ഡ് ഹാർഡ് ഫോർ ദി ജോബ്. ഷീ വർക്ക്ഡ് ഹാർഡ് ഫോർ ദി ജോബ് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ആൻഡ് പ്രോണൗൺ ഷീ ആണ്. ഇവിടെ ഓക്സിലറി വെർബ് എന്താണ്? ഓക്സിലറി വെർബ് പ്രത്യക്ഷത്തിൽ കാണാനില്ല. ഈസ് വാസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഓക്സിലറി വെർബ് നമ്മൾ എടുക്കുന്നത് വർക്ക്ഡ്. വർക്ക്ഡ് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് പ്ലസ് ഡിഡ് ആണ് വർക്ക്ഡ്. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബായിട്ട് വന്നത് എന്താണ്? ഡിഡ് ആണ് ഓക്സിലറി വെർബ്. സോ ഡിഡിൻറ്റ് ഷീ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, നെഗറ്റീവ് ടാഗ് വേണം. ഡിഡിൻറ്റ് ഷീ ആൻസർ വരുന്നത് ഡിഡിൻറ്റ് ഷീ.
ഷീ വർക്ക്ഡ് ഹാർഡ് ഫോർ ദി ജോബ് ഡിഡിൻറ്റ് ഷീ. ഇവിടെ ഡിഡ് വരാൻ കാരണം വർക്ക്ഡ് എന്ന് പറയുമ്പോൾ വർക്ക് എന്താണ്? വർക്ക്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. പാസ്റ്റിൽ എന്താണ്? ചെയ്തൊരു കാര്യമാണ് ഡിഡാണ്. അപ്പോൾ ഇവിടെ ഓക്സിലറി ആയിട്ട് വരുന്നത്. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാം. ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ്സ്. ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ്സ്. ഇതും ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഷീ ആണ് പ്രോണൗണ്. ലുക്സ് എന്താണ്? ലുക്സ് ആണ് ഇവിടെ വെർബായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഓക്സിലറി വെർബായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ലുക്സിൽ നിന്ന് നമ്മൾ ഒരു ഓക്സിലറി വെർബ് എടുക്കേണ്ടതുണ്ട്. ലുക്സ് എന്ന് പറയുന്നത് എന്താണ്? ലുക്ക് പ്ലസ് ഡസ്. ലുക്സ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ വേർഡാണ്. സിംഗുലറായിട്ട് ഡു, ഡസ്, ഡിഡ് എന്ന് പറയുമ്പോൾ ഡസ് ആണ് സിംഗുലർ. അപ്പോൾ ലുക്സ് എന്ന് പറയുന്നത് ലുക്ക് പ്ലസ് ഡസ് ആണ്. ഡസ് ആണ് ഇവിടെ ഓക്സിലറി വെർബായിട്ട് വരുന്നത്. അപ്പോൾ ഡസിൻറ്റ് ഷീ എന്നാണ് ആൻസർ വരിക. ഡസിൻറ്റ് ഷീ. ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ്. ഡസിൻറ്റ് ഷീ. 7th question. They sing a song. They sing a song. They sing a song ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ദേ ആണ് പ്രോണൗൺ ആയിട്ട് വരുന്നത്. ആൻഡ് ഓക്സിലറി വെർബ് പ്രത്യക്ഷത്തിലില്ല. അപ്പോൾ വെർബ് എടുക്കണം. എന്താണ് വെർബ്? സിങ് ആണ്. സിങ് അറിയുന്നത് എന്താണ്? ഡു ആണോ ഡിഡ് ആണോ ഡസ് ആണോ? ഡു ആണ്. അതായത് ഒരു പ്രസൻ്റ് ആണ്. പ്രസൻറ്റിൽ വരുന്നത് ഡു ആണ്. അപ്പോൾ ഏതാണ് ഓക്സിലറി വെർബ്? ഡു ആണ് ഇവിടെ ഓക്സിലറി വെർബായിട്ട് വരുന്നത്. അപ്പോൾ ഡോണ്ട് ദേ. ടാഗ് വരുന്നത് ഡോണ്ട് ദേ. നമുക്ക് നോക്കാം. നോ ഒരു ഓക്സിലറി വെർബ് തന്നിട്ടില്ലെങ്കിൽ, ഒരു സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് പ്രത്യക്ഷത്തിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡു, ഡസ്, ഡിഡ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് വരിക. അത് എങ്ങനെയാണ് നോക്കേണ്ടത്? ഒരു V1 അതായത് പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ ആണെങ്കിൽ ഡസ്, പ്രസൻറ്റ് ടെൻസിൽ പ്ലൂറൽ ആണെങ്കിൽ ഡു, അതുപോലെ പാസ്റ്റിലാണെങ്കിൽ ഡിഡ്. അതായത് വർക്ക്ഡ് എന്നൊക്കെ ആകുമ്പോൾ പാസ്റ്റാണ്, അപ്പോൾ ഡിഡ് കൊടുക്കണം. വർക്ക്സ് എന്ന് പറയുന്നത് എന്താണ്? വർക്ക്സ് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്, അതുപോലെ സിംഗുലർ ആണ്, അപ്പോൾ ഡസ്. എന്നാൽ വർക്ക് വന്നാൽ ഇതും സിംഗുലർ ആണ്. വർക്ക് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്, പ്ലൂറൽ ആണ്, അപ്പോൾ ഡു. അപ്പോൾ വർക്ക് എന്ന് വെച്ച് നോക്കാം. വർക്ക്സ് എന്ന് വരുമ്പോൾ ഡസ്, വർക്ക് ആണെങ്കിൽ ഡു, വർക്ക്ഡ് ആണെങ്കിൽ ഡിഡ്. ഇനിയിപ്പോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ലുക്സ് എന്ന് പറയുമ്പോൾ ഡസ്, ലുക്ക് ആണെങ്കിൽ ഡു, ലുക്ക്ഡ് ആകുമ്പോൾ ഡിഡ്. ഓക്കെ. 8th question. There is little of juice in jar. There is little of juice in jar. ഇവിടെ there ആണ് pronoun ആയിട്ടുള്ളത്, is ആണ് auxiliary verb. And this sentence പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടെ നോട്ടൊന്നും കാണുന്നില്ല, പക്ഷേ ഇത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. കാരണം ലിറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് വേർഡാണ്. ലിറ്റിലിൻ്റെ മീനിങ് എന്താ വരുന്നത്? തീരെ ഇല്ല എന്നാണ് ലിറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിറ്റിൽ നമുക്കറിയാം. ലിറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? തീരെ ഇല്ല. ലിറ്റിൽ ആണെങ്കിൽ കുറച്ചുണ്ട് എന്നാണ്. അപ്പോൾ ലിറ്റിൽ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ലിറ്റിൽ ഒരു സെൻറ്റൻസിൽ വന്നാൽ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ വരേണ്ടത് പോസിറ്റീവ് ടാഗ് ആയിരിക്കും. സോ ഈസ് ദർ ആണ് ടാഗ് ആയിട്ട് വരുന്നത്. ഓക്സിലറി വെർബ് ഈസ് ആൻഡ് പ്രോണൗൺ ദർ. ഈസ് ദർ. ദർ ഈസ് ലിറ്റിൽ ഓഫ് ജ്യൂസ് ഇൻ ജാർ. ഈസ് ദർ. Next question. She bought a few books from the store. She bought a few books from the store. She ആണ് എന്ത് വരുന്നത്? പ്രോണൗൺ ആയിട്ട് വരുന്നത്. ആൻഡ് ഓക്സിലറി വെർബ് എന്താണ്? ഓക്സിലറി വെർബ് പ്രത്യക്ഷത്തിലില്ല. ബോട്ട് എന്നാണ് വെർബായിട്ട് വരുന്നത്. ബോട്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഓക്സിലറി വെർബ് എന്താ എടുക്കാം? ബോട്ട് എന്ന് പറയുന്നത് ബ്രിങ് ബോട്ട്. ബ്രിങ് ബോട്ട് എന്ന് പറയുമ്പോൾ ബ്രിങ് ബ്രോട്ട് അറിയുന്നത് എന്താണ്? ഒരു പാസ്റ്റാണ്. പാസ്റ്റിൽ വരുന്നത് ഡിഡ് ആയിരിക്കും ഓക്സിലറി വെർബ്. സോ ഡിഡിൻറ്റ് ഷീ. ആൻഡ് ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ? ഫ്യൂ അറിയുന്നത് നമ്മൾ പറഞ്ഞു ലിറ്റിൽ ഫ്യൂ എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് ആണ്. എന്നാൽ ലിറ്റിൽ ഫ്യൂ എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് ആണ്. സോ ഇവിടെ ഫ്യൂ ആണ് വന്നിട്ടുള്ളത്. സോ ഇതൊരു പോസിറ്റീവ് ആണ്. സോ നെഗറ്റീവ് ടാഗ് ആണ് വരേണ്ടത്. സോ ഡിഡിൻറ്റ് ഷീ എന്നാണ് ആൻസർ വരിക. Didn't she? She bought a few books from the store. Didn't she? ശ്രദ്ധിക്കുക, ലിറ്റിൽ ഫ്യൂ ഒക്കെ പോസിറ്റീവ് ആണ്. അതായത് കുറച്ചുണ്ട്, ഒരു
വളരെ കുറച്ച് ഉണ്ട് എന്നാണ് എ ഫ്യൂ എ ലിറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. ആൻഡ് ലിറ്റിൽ ഫ്യൂ എന്ന് പറയുന്നത് തീരെ ഇല്ല. ലിറ്റിൽ ഫ്യൂ എന്നൊക്കെ പറയുന്നത് തീരെ ഇല്ല എന്നാണ്. സോ അത് നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ ഹവേഴ്സ്. യു ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ ഹവേഴ്സ്. യു ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ അവേഴ്സ്. ഇവിടെ പ്രോണൗൺ ആയിട്ട് വരുന്നത് യു ആണ്. ഓക്സിലറി വെർബ് എന്താണ്? ഹാഡ് ആണ് വരുന്നത്. ആൻഡ് ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. യു ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ അവേഴ്സ് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സോ ടാഗ് എന്തായിരിക്കും? ഹാഡിൻറ്റ് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഹാഡ് ഡിന്നർ. യു എന്ന് പറയുന്നത് പ്രോണൗൺ ആൻഡ് ഹാഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണോ? 10th ക്വസ്റ്റ്യനിൽ അതൊരു ഹാഡ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വെർബായിരുന്നു. പക്ഷേ യു ഹാഡ് ഡിന്നർ, നീ ഡിന്നർ കഴിച്ചു എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് ഒരു മെയിൻ വെർബായിട്ടാണ് വരുന്നത്. ഓക്കെ, 10th ക്വസ്റ്റ്യനിൽ ഹാഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബായിരുന്നു, വർക്കിംഗ് ആയിരുന്നു മെയിൻ വെർബ്. എന്നാൽ യു ഹാഡ് ഡിന്നർ കഴിച്ചു എന്ന അർത്ഥമാണ് ഹാഡ് കൊടുക്കുന്നത്. അപ്പോൾ ഹാഡ് എന്താണ്? മെയിൻ വെർബാണ്. അപ്പോൾ ഓക്സിലറി വെർബ് ഇവിടെ പ്രത്യക്ഷത്തിലില്ല. ഹാഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിൽ ഹാഡ് എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിലറി വെർബായിട്ട് എന്തായിരിക്കും? ഡിഡ് ആണ് വരിക. ദാറ്റ് ഈസ് ഡിഡിൻറ്റ് യു എന്നാണ് ടാഗ് വരുന്നത്. അപ്പോൾ 10th and 11th ശ്രദ്ധിക്കുക. ഹാഡ് എന്താണ്? ഒരു സമയത്ത് ഓക്സിലറി വെർബായിട്ട് വരുന്നുണ്ട്, ഒരു സമയത്ത് മെയിൻ വെർബായിട്ടും വരാം. അപ്പോൾ മെയിൻ വെർബ് ആവുമ്പോൾ അതിൽ നിന്ന് ഓക്സിലറി നമ്മൾ ഡു, ഡസ്, ഡിഡ് ആണോ എന്ന് കണ്ടെത്തി എടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ യൂസ്ഡ് ടു ഡാൻസ് ഇൻ പ്രൈമറി സ്കൂൾ. ഷീ എന്ന് പറയുന്നതാണ് പ്രോണൗൺ ആയിട്ട് വരുന്നത്. യൂസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വെർബ് അല്ല, ദാറ്റ് ഈസ് എ മെയിൻ വെർബാണ് യൂസ്ഡ് ടു എന്ന് പറയുന്നത്. ആൻഡ് ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സോ ഓക്സിലറി വെർബ് എന്താണ്? യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ടെൻസിലേക്കാണ് വരുന്നത്. പാസ്റ്റ് ടെൻസിൽ അതിൽ ഓക്സിലറി വെർബായിട്ട് പറയുമ്പോൾ ഡിഡ് ആണ് എടുക്കുക. സോ ഡിഡിൻറ്റ് ഷീ യൂസ്ഡ് ടു ഡാൻസ് ഇൻ പ്രൈമറി സ്കൂൾ. ഡിഡിൻറ്റ് ഷീ എന്നാണ് ടാഗ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് us go for a walk. ഇവിടെ ശ്രദ്ധിക്കുക, ലെറ്റസ് എന്ന് വന്നാൽ അവിടെ ടാഗായിട്ട് എപ്പോഴും ഷാൾ വി ആണ് വരിക. ലെറ്റസ് എന്ന് വരുന്ന സെൻറ്റൻസിൽ ലെറ്റസ് എന്ന് വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ ടാഗായിട്ട് വരുന്നത് ഷാൾ വി ആയിരിക്കും. സോ ലെറ്റസ് ഗോ ഫോർ എ വാക്ക്, ഷാൾ വി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് ഹിം ഡു ഇറ്റ്. ഇതെന്താണ്? ഒരു കമാൻഡാണ്, ഒരു സിമ്പിൾ കമാൻഡാണ്. അവനെ അത് ചെയ്യാൻ അനുവദിക്കൂ. ഇതൊരു കമാൻഡായിട്ടാണ് വരുന്നത്. അതുപോലെ ഇമ്പറാറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെ എപ്പോഴും ടാഗായിട്ട് വിൽ യു എന്നാണ് വരിക. ഇമ്പറാറ്റീവ് സെൻറ്റൻസ്, അതായത് പ്ലീസ് വെച്ചിട്ട്, അതായത് അഡ്വൈസ്, പ്ലീസ് വെച്ച് കമാൻഡിങ്, ഇതിലെന്താണ്? ഇതിൻ്റെയൊക്കെ കൂടെ എപ്പോഴും വിൽ യു, നിനക്ക് കഴിയില്ലേ എന്നാണ് വരുന്നത്. അപ്പോൾ ലെറ്റ് ഹിം ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ വിൽ യു. പ്ലീസ് വെച്ചിട്ട് അല്ലെങ്കിൽ സിമ്പിൾ കമാൻഡുകളൊക്കെ ആണെങ്കിൽ വിൽ യു വരും. ലെറ്റ് ഹിം ഡു ഇറ്റ്, വിൽ യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷട്ട് ദി ഡോർ. എന്താണ്? കമാൻഡാണ്. സോ എന്താണ് ടാഗായിട്ട് വരിക? വിൽ യു ആണ് വരിക. ഷട്ട് ദി ഡോർ, വിൽ യു. പ്ലീസ് കം വിത്ത് മീ. പ്ലീസ് എന്ന് വെച്ചുകൊണ്ട് തുടങ്ങുന്നതും ഒരു ഇമ്പറാറ്റീവ് സെൻറ്റൻസ് ആണ്. സോ ടാഗായിട്ട് വരുന്നത് വിൽ യു ആണ്. പ്ലീസ് കം വിത്ത് മീ, വിൽ യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷട്ട് യുവർ മൗത്ത്. നിൻ്റെ വായ ഒന്ന് അടക്ക്. ഇതെന്താണ്? കമാൻഡാണ്. പക്ഷേ ഒരു ഒഫെൻസീവ്, ഒരു റിവോക്ക് ചെയ്യുന്നതും നമ്മൾ എന്താണ് ഒരാളെ ഒഫെൻസീവ് ആക്കുന്ന ഒരു കമാൻഡാണ്. അപ്പോൾ ഒന്നുകൂടി സീരിയസ് ആയിട്ടുള്ളൊരു കമാൻഡായിട്ട് വരുമ്പോൾ ഇവിടെ എന്താണ് വരിക? കാണ്ട് യു എന്നാണ് വരിക. കാണ്ട് യു, വിൽ യു വന്നാലും ഓക്കെയാണ്. പക്ഷെ ഒരു ഒഫെൻസീവ് കമാൻഡിങ് ആകുമ്പോൾ അതിനൊന്നുകൂടി പവർ കൊടുക്കാൻ കാണ്ട് യു എന്നാണ് ടാഗ് വരുന്നത്. കാണ്ട് യു, വിൽ യു ഒന്നിച്ച് ഓപ്ഷനിൽ വരില്ല. വിൽ യു ഇല്ലെങ്കിൽ അവിടെ കാണ്ട് യു ഉണ്ടാവും, കാണ്ട് യു ഉണ്ടെങ്കിൽ അവിടെ വിൽ യു ഉണ്ടാവില്ല. സോ ഷട്ട് യുവർ മൗത്ത്, കാണ്ട് യു എന്നാണ് ഒന്നുകൂടി കൂടുതൽ യോജിച്ച് വരുന്നത്. ഷട്ട് യുവർ മൗത്ത് റിവോക്ക് അല്ലെങ്കിൽ ഒഫെൻസീവ് ആയിട്ടുള്ള സെൻറ്റൻസിൻ്റെ കൂടെ കാണ്ട് യു എന്നാണ് ടാഗായിട്ട് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിമെമ്പർ ടു ലോക്ക് ദി ഡോർ. റിമെമ്പർ ടു ലോക്ക് ദി ഡോർ. ഇതെന്താണ്? ഒരു വാണിംഗ് ആണ് അല്ലെങ്കിൽ സജഷനാണ്. വാണിംഗ് അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അവിടെ ടാഗായിട്ട് വരുന്നത് വോണ്ട് യു ആയിരിക്കും. നോട്ട് എഴുതിയിട്ട് പഠിക്കണം. സജഷൻസ് അല്ലെങ്കിൽ വാണിംഗ് ഒക്കെ വന്നാൽ സെൻറ്റൻസിൽ സജഷൻസ് വാണിംഗ് ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും? ടാഗ് വരുന്നത് വോണ്ട് യു ആയിരിക്കും. റിമെമ്പർ ടു ലോക്ക് ദി ഡോർ. ഡോർ അടക്കാൻ ഓർത്തിരിക്കണം. എന്താണ്? ഒരു സജഷനാണ് അല്ലെങ്കിൽ വാണിംഗ് ആണ്. സോ ടാഗായിട്ട് വരുന്നത് വോണ്ട് യു ആണ്. ദെൻ വിയർ ഹെൽമെറ്റ്. വിയർ ഹെൽമെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സജഷനാണ്. സോ വോണ്ട് യു. ദെൻ ഇവിടെ പറഞ്ഞു നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ഒഫെൻസീവ് സെൻറ്റൻസ്, സജഷൻസ്, വാണിംഗ്, ഈ എല്ലാ സെൻറ്റൻസുകളിലും നമ്മൾ വിൽ യു അല്ലെങ്കിൽ കാണ്ട് യു, വോണ്ട് യു ഒക്കെ കൊടുക്കുന്നു. ഈ ഒരു ടൈപ്പ് സെൻറ്റൻസിൽ നമ്മൾ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ എന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എവരി വൺ ഹാസ് കം. എവരി വൺ ഹാസ് കം. ഇതെന്താണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ആൻഡ് എവരി വൺ ആണ് പ്രോണൗൺ ആയിട്ട് വരുന്നത്. എവരി വൺ ആണ് നൗൺ ആൻഡ് ഹാസ് ആണ് വെർബ്. സോ ആസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വെർബാണ്. കം ആണ് മെയിൻ വെർബ്. സോ ഹാസും എവരി വണ്ണും വെച്ചിട്ടാണ് ടാഗ് ഉണ്ടാക്കേണ്ടത്. എന്നാൽ എവരി വണ്ണ് ടാഗിലോട്ട് എത്തുമ്പോൾ എവരി വൺ അല്ല കൊടുക്കുക, ദേ ആണ് പറയുക. അതുപോലെ അപ്പോൾ എന്താണ്? ഹാസിൻ്റെ ദേ എന്നാണ് വരേണ്ടത്. പക്ഷെ ദേയുടെ കൂടെ ദേ എന്താണ്? എവരി വൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ സിംഗുലർ ആണ് വരുന്നത്. എന്നാൽ ദേയുടെ കൂടെ പ്ലൂറൽ ആണ് വരേണ്ടത്. സോ ഹാസ് മാറിയിട്ട് ഹാവ് ആയിട്ട് വരും. ആൻഡ് നെഗറ്റീവ് ഹാവ് നോട്ട് ദേ. ഹാവിൻ്റെ ദേ ആണ് ടാഗായിട്ട് വരുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ തെറ്റ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. എവരി വൺ ഹാസ് കം. എവരി വൺ ടാഗിലോട്ട് എത്തുമ്പോൾ ദേ ആയിട്ട് മാറും. ആൻഡ് ഹാസ് ആണ് ഇവിടെ ഓക്സിലറി വെർബ്. പക്ഷെ ടാഗിലോട്ട് എത്തിയപ്പോൾ ഹാവ് ആയി. കാരണം എന്താണ്? എവരി വണ്ണിൻ്റെ കൂടെ സിംഗുലർ മതി. എന്നാൽ ദേയുടെ കൂടെ എന്ത് വേണം? പ്ലൂരൽ വേണം. സോ ഹാസ് മാറിയിട്ട് ഹാവ് ആവും. ഹാവിൻ്റെ ദേ ആണ് ടാഗായിട്ട് വരുന്നത്. ഷീ നീഡ് നോട്ട് വെയിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ നീഡ് നോട്ട് വെയിറ്റ്. ഷീ നീഡ് നോട്ട് വെയിറ്റ്. ഷീ നീഡ് നോട്ട് വെയിറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, നീഡ്, ഡയർ ഇതെല്ലാം സെൻറ്റൻസിൽ വന്നാൽ ഇതാണ് ഓക്സിലറി വെർബായിട്ട് എടുക്കുന്നത്. അത് തന്നെയായിരിക്കും ടാഗിലും വരുന്നത്. എന്നാൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് പോസിറ്റീവ് ടാഗ് ആക്കുമ്പോൾ നീഡ്, ഡയർ തന്നെ വരും. എന്നാൽ നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് പോസിറ്റീവ് സെൻറ്റൻസ് ആയിട്ട് നെഗറ്റീവ് ടാഗ് ആകുമ്പോൾ നീഡ് നോട്ട്, ഡയർ നോട്ട് എന്ന് വരില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഷീ നീഡ് നോട്ട് വെയിറ്റ്. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഷീ ആണ് പ്രോണൗൺ ആൻഡ് നീഡ് ആണ് ഓക്സിലറി വെർബായിട്ട് ഇവിടെ എടുക്കുന്നത്. സോ നീഡ് ഷീ എന്നാണ് ടാഗായിട്ട് വരിക. നീഡ്, ഡയർ ഒക്കെ വരുമ്പോൾ നീഡ് ഷീ അല്ലെങ്കിൽ ഡയർ ഷീ എന്നാണ് ടാഗായിട്ട് വരുന്നത്. ഷീ നീഡ് നോട്ട് വെയിറ്റ്, നീഡ് ഷീ. ഇനി ഇവിടെ ഷീ ഡസ് നോട്ട് നീഡ് ടു വെയിറ്റ്. ഷീ ഡസ് നോട്ട് നീഡ് ടു വെയിറ്റ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഷീ ആണ് നോൺ വരുന്നത്. ഇവിടെ ഡസ് ആണ് ഓക്സിലറി വെർബ്. ഇവിടെ നീഡ് എന്ന വേർഡ് ഉണ്ട്, ബട്ട് ഇവിടെ എന്താണ്? എക്സ്ട്രാ ഒരു ഓക്സിലറി വെർബ് വരുന്നുണ്ട്. സോ ആ ഓക്സിലറി വെർബിനെ എടുക്കണം. ഡസ്. ഡസ് ഷീ എന്നാണ് ടാഗായിട്ട് വരുന്നത്. അപ്പോൾ 21st ക്വസ്റ്റ്യനിൽ ഷീ നീഡ് നോട്ട് വെയിറ്റ്, നീഡാണ് ഓക്സിലറി, നീഡ് ഷീ എന്ന് വന്നു. ഷീ ഡസ് നോട്ട് നീഡ് ടു വെയിറ്റ്, ഇവിടെ ഡസ് ആണ് ഓക്സിലറി, ഡസ് ഷീ എന്നാണ് വരുന്നത്. ഷീ ഡസ് നോട്ട് നീഡ് ടു വെയിറ്റ്, ഡസ് ഷീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ നീഡ്സ് ടു ഹറി. ഷീ നീഡ്സ് ടു ഹറി. ഷീ ആണ് നൗണ് ആൻഡ് എ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നീഡ്സ് ഓക്സിലറി ആയിട്ട് വന്നു. പക്ഷെ നീഡിൻ്റെ ഷീ എന്ന് പറയില്ല, നീഡിൻ്റെ ഷീ എന്ന് ടാഗ് വരില്ല. സോ നീഡ്സിലെ ഓക്സിലറി വെർബ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നീഡ് പ്ലസ് ഡസ് ആണ്. നീഡ്സ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആൻഡ് പ്രസൻ്റ് ആണ്. സോ ഡസ് ആണ് വരിക. ഡസിൻറ്റ് ഷീ എന്നാണ് ടാഗ് വരുന്നത്. ഡസിൻറ്റ് ഷീ. ദെൻ 24th ക്വസ്റ്റ്യൻ, ഷീ മസ്റ്റ് ഹറി. ഷീ മസ്റ്റ് ഹറി. മസ്റ്റ് എന്ന് പറയുമ്പോഴും മസ്റ്റ് ഇൻറ്റ് ഷീ എന്നാണ് കൊടുക്കുന്നത്. ഷീ മസ്റ്റ് ഹറി എന്ന് പറഞ്ഞാൽ ഇവിടെയും ഓക്സിലറി മസ്റ്റ് ആയിട്ട് എടുക്കും. മസ്റ്റിൻ്റെ കൂടെ നോട്ട് വരും. മസ്റ്റ് ഇൻറ്റ് ഷീ, ഇവിടെ മസ്റ്റ് വരുമ്പോഴും അതുപോലെ ഷീ മസ്റ്റ് ഹറി. ഇതെന്താണ്? മസ്റ്റ് ഒരു മോഡൽ ഓക്സിലറി ആണ്. മോഡൽ വേർബ്സ് വരുമ്പോൾ അത് തന്നെയായിരിക്കും
ടാഗിൽ വരുന്നത്. മസ്റ്റിൻറ്റ് ഷീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഡയർ നോട്ട് ഗോ. ഹി ഡയർ നോട്ട് ഗോ. ഡയർ നീഡ് ഒരു എക്സെപ്ഷൻസ് ആണ്. ഡയർ നീഡ് എന്ന് പറയുമ്പോൾ സെയിം മോഡൽ ഓക്സിലറി വരുന്നത് പോലെ തന്നെ ടാഗിലോട്ടും വരും. എന്നാൽ നീഡ് നോട്ട്, ഡയർ നോട്ട് എന്ന് ടാഗിൽ വരില്ല. ഹി ഡയർ നോട്ട് ഗോ. ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഹി ആണ് നൗൺ ആൻഡ് ഡയർ ഈസ് ഓക്സിലറി. ഡയർ ഹി ആണ് ടാഗ് വരുന്നത്. ഹി ഡയർ നോട്ട് ഗോ. ഡയർ ഹി. ഹി ഡയേഴ്സ് ടു ഗോ. ഹി ഡയേഴ്സ് ടു ഗോ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് ആൻഡ് ഡയേഴ്സ് ആണ് വരുന്നത്. ഡയേഴ്സ് ആണ് വെർബായിട്ട് വരുന്നത്. ഹി ആണ് നൗണ്. ഇവിടെ ഡയർ നോട്ട് ഹി എന്ന് പറയില്ല. നോട്ട് ഡയർ എന്ന് കൂടെ വരാറില്ല. സോ എന്ത് പറയും? ഡയേഴ്സിൽ ഓക്സിലറി വെർബ് ഏതായിരിക്കും? ഡയേഴ്സ് ഒരു സിംഗുലർ ആണ്. സിംഗുലർ ആണ് ആൻഡ് പ്രസൻ്റ് ആണ്. സോ ഡസ് ആണ് വരുന്നത്. ഡസിൻറ്റ് ഹി ആണ് ടാഗായിട്ട് വരിക. ഹി ഡയേഴ്സ് ടു ഗോ. ഡസിൻറ്റ് ഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഡോണ്ട് ഡയർ ഡ്രൈവ് ദിസ് കാർ. യു ഡോണ്ട് ഡയർ ഡ്രൈവ് ദിസ് കാർ. ഇവിടെ യു ആണ് നൗൺ ആൻഡ് ഡയർ വരുന്നുണ്ട്. ബട്ട് അതിന് മുമ്പിൽ ഡോണ്ട് വരുന്നുണ്ട്. സോ ഡോണ്ട് ഈസ് ദി ഓക്സിലറി ആൻഡ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസ്. സോ ടാഗ് എന്താണ്? പോസിറ്റീവ് ആയിട്ട് വരണം. സോ ഡു യു. ഡു ആണ് ഓക്സിലറി ആൻഡ് നൗൺ ഈസ് യു. ഡു യു ആണ് ടാഗ് ആയിട്ട് വരിക. യു ഡോണ്ട് ഡയർ ഡ്രൈവ് ദിസ് കാർ. ഡു യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ഹാവ് എ കാർ. വി ഹാവ് എ കാർ. ഇവിടെ എന്താണ്? വി ആണ് നൗണ് ആൻഡ് ഹാവ് അറിയുന്നത് എന്താണ്? ഓക്സിലറി ആയിട്ട് വരുന്നതാണ്. ഹാവിൻ ടു വി. വി ഹാവ് എ കാർ. ഹാവിൻ ടു വി ആണ് ടാഗ് ആയിട്ട് വരുന്നത്. ദെൻ വി ഹാഡ് ലഞ്ച്. വി ഹാഡ് ലഞ്ച് മുൻപ് ഡിസ്കസ് ചെയ്ത രീതിക്കുള്ളത് തന്നെയാണ്. വി അറിയുന്നതാണ് നൗണ് ആൻഡ് പോസിറ്റീവ് സെൻറ്റൻസ്. ഹാഡ് എന്ന് പറയുന്നത് മെയിൻ വെർബായിട്ടാണ് പറയുന്നത്. ഈറ്റ് എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് ഹാഡ് വരുന്നത്. സോ ഇറ്റ് ഈസ് എ മെയിൻ വെർബ്. സോ എന്താണ്? ഹാഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്. പാസ്റ്റിൽ വരുന്നത് ഡിഡ് ആയിരിക്കും ഓക്സിലറി വരുന്നത്. സോ ഡിഡിൻ ടു വി എന്നാണ് ടാഗ് വരിക. വി ഹാഡ് ലഞ്ച്. ഡിഡിൻ ടു വി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഔട്ട് ടു പേ. യു ഔട്ട് ടു പേ. ഔട്ട് ടു എന്ന് വരുമ്പോൾ ടാഗിൽ എപ്പോഴും ഷുഡിൻറ്റ് എന്നാണ് വരിക. ഔട്ട് ടു പറയുന്നത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സോ ഷുഡിൻറ്റ് യു എന്നാണ് ടാഗ് വരുന്നത്. ഔട്ട് ടു എന്ന സെൻറ്റൻസിലുണ്ടെങ്കിൽ ഔട്ട് ടു ഒരു ഓക്സിലറി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഷുഡിൻറ്റ് ആണ് അതിൻ്റെ ടാഗായിട്ട് വരുന്നത്. യു ഔട്ട് ടു പേ. ഷുഡിൻറ്റ് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഹി റീച്ച്ഡ് സ്റ്റേഷൻ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. വെൻ ഹി റീച്ച്ഡ് സ്റ്റേഷൻ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. വെൻ ഹി റീച്ച്ഡ് സ്റ്റേഷൻ എന്നും ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നും രണ്ട് സെൻറ്റൻസുകൾ വരുന്നുണ്ട്. വെൻ ഹി റീച്ച്ഡ് സ്റ്റേഷൻ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഇവിടെ നൗണായിട്ട് എടുക്കുന്നത് ഇവിടെ ഹീ ആയിരിക്കുമോ അതോ ട്രെയിനേ ആയിരിക്കുമോ? അതുപോലെ റീച്ച്ഡ് എന്ന് വരുന്നുണ്ട്, ഹാഡ് എന്നും വരുന്നുണ്ട്. സോ നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് ഒക്കെ വരുമ്പോൾ വെൻ, വാട്ട്, ഹൂ എന്നൊക്കെ വരുന്ന ഈ സെൻറ്റൻസ് അല്ലാതെ കൂടെ വരുന്ന സെൻറ്റൻസിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടെ വെൻ ഹി റീച്ച്ഡ് സ്റ്റേഷൻ അല്ല, ട്രെയിൻ ഹാഡ് ലെഫ്റ്റിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ട്രെയിനാണ് നൗണായിട്ട് വരുന്നത്, ഹാഡാണ് ഓക്സിലറി. സോ ട്രെയിൻ എന്ന് പറയുന്നത് ടാഗിലോട്ട് പോകുമ്പോൾ ഇറ്റ് എന്ന് വരും. ഹാഡിൻറ്റ് ഇറ്റ് ആണ് ടാഗായിട്ട് വരുന്നത്. ഹാഡിൻറ്റ് ഇറ്റ്. ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ നെഗറ്റീവ് ആക്കണം ടാഗ്. ഹാഡിൻറ്റ് ഇറ്റ്. വെൻ ഹി റീച്ച്ഡ് സ്റ്റേഷൻ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഹാഡിൻറ്റ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഈസ് വെരി ക്ലവർ. Who brings that books here? He is very clever. Who brings that book here? Same pattern. ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഹി ഈസ് വെരി ക്ലവർ എന്ന സെൻറ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രിങ്സ് ദാറ്റ് ബുക്ക് ഹിയർ എന്ന സെൻറ്റൻസ് ഉണ്ട്. നമ്മുടെ ഹൂ എന്ന് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് കൺസിഡർ ചെയ്യേണ്ട. ഹി ഈസ് വെരി ക്ലവർ എന്ന സെൻറ്റൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഹീ ആണ് നൗണ് ആൻഡ് ഈസ് ദി ഓക്സിലറി വെർബ് ആൻഡ് എ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സോ നെഗറ്റീവ് ആക്കണം. ഹി ഈസിൻറ്റ് ഹീ എന്നാണ് ടാഗായിട്ട് വരുന്നത്. ഹി ഈസ് വെരി ക്ലവർ. ഹു ബ്രിങ്സ് ദാറ്റ് ബുക്ക് ഹിയർ ഈസിൻറ്റ് ഹീ. നെക്സ്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക. അതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത് വെൻ, വാട്ട്, ഹൂ എന്നതിൻ്റെ കൂടെയൊക്കെ വരുന്ന സെൻറ്റൻസ് ആണ് പരിഗണിക്കുക.
വാട്ട് അതിൻ്റെ കൂടെ വരുന്ന, അതായത് ആ ഹൂ എന്നൊക്കെ വരുന്ന സെൻറ്റൻസ് അല്ല, അതിൻ്റെ കൂടെ വരുന്ന സെൻറ്റൻസ് ആണ് പരിഗണിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ തിങ്സ് ദാറ്റ് ഹീ വോൺ. ഷീ തിങ്സ് ദാറ്റ് ഹീ വോൺ. ഇവിടെയും രണ്ട് സെൻറ്റൻസുകൾ വരുന്നുണ്ട്. ഷീ തിങ്സ് എന്നതും അതുപോലെ ഹീ വോണും. ഷീ തിങ്സ് ദാറ്റ് ഹീ വോൺ. ഇവിടെ ഷീ തിങ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. അവൾ ചിന്തിച്ചു അവൻ ജയിച്ചെന്ന്. അപ്പോൾ ആരെക്കുറിച്ചാണ് മെയിനായിട്ട് വരുന്നത്? അവളെക്കുറിച്ചാണ്. ഷീ ഈസ് ദി മെയിൻ പേഴ്സൺ. ഷീ തിങ്സ്. അപ്പോൾ ഷീ ആണ് നൗണായിട്ട് വരുന്നത്. തിങ്സ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ വെർബാണ്. അതിൻ്റെ ഓക്സിലറി പറയുമ്പോൾ തിങ് എന്നത് സിംഗുലർ ആണ് ആൻഡ് പ്രസൻ്റ് ആണ്. സോ ഡസിൻറ്റ് ഷീ എന്നാണ് ടാഗ് വരുന്നത്. ഷീ തിങ്സ് ദാറ്റ് ഹി വോൺ ഡസിൻറ്റ് ഷീ. അപ്പോൾ ഈ തിങ്സ് എന്നൊക്കെ വെച്ചുകൊണ്ട് വരുമ്പോൾ ആരാണോ മെയിൻ, ആരാണ് ഇവിടെ മെയിൻ? അവൾ ചിന്തിക്കുകയാണ് അവൻ ജയിച്ചെന്ന്. അപ്പോൾ ആരാ മെയിനായിട്ട് വരുന്നത്? അവളാണ്. സോ ദെൻ ഐ തിങ്ക് ദാറ്റ് ഹി വോൺ. ഐ തിങ്ക് ദാറ്റ് ഹി വോൺ. ഞാൻ വിചാരിക്കുന്നു അവൻ ജയിച്ചെന്ന്. ഇവിടെ പറയുന്നത് ഞാൻ വിചാരിക്കുന്നു അവൻ ജയിച്ചെന്ന്. അങ്ങനെ പറയുമ്പോൾ അവനാണ് മെയിൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ തിങ്സ് എന്ന് വെച്ച് വരുമ്പോൾ ഐയും വിയും വെച്ചിട്ടാണ് തിങ്സ് ചെയ്യുന്നതെങ്കിൽ കൂടെ വരുന്ന ആരെയാണോ പിന്നെ പറയുന്നത് അയാളായിരിക്കും മെയിൻ പേഴ്സൺ. എന്നാൽ ഷീ, ഹീ, ദേ എന്നൊക്കെ വെച്ചിട്ട് തിങ്സ് എന്ന് പറയുമ്പോൾ അവരായിരിക്കും മെയിനായിട്ട് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഐ തിങ്ക് ദാറ്റ് ഹീ വോൺ. ഹീ വോൺ ആണ് ഇവിടെ സെൻറ്റൻസ് വരുന്നത്. ഹീ ആണ് നൗണ്, വോൺ എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ആണ്. സോ ഡിഡിൻറ്റ് ഹീ എന്നാണ് ഇവിടെ വരിക. ശ്രദ്ധിക്കുക, ഷീ തിങ്സ് ദാറ്റ് ഹീ വോൺ. ഇവിടെ ഷീ തിങ്സ് ആണ് കൺസിഡർ ചെയ്തത്, ഡസിൻറ്റ് ഷീ. ഇനി ഐ തിങ്ക് ദാറ്റ് ഹീ വോൺ ആവുമ്പോൾ ഹീ വോൺ ആണ് കൺസിഡർ ചെയ്യുന്നത്, ഡിഡിൻറ്റ് ഹീ. അപ്പോൾ ഐ തിങ്ക് ഹീ വോൺ, അതുപോലെ വി തിങ്ക്, ഹൈയും വിയും വെച്ച് വരികയാണെങ്കിൽ കൂടെ വരുന്ന സെൻറ്റൻസ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഐ വി വന്നാൽ പരാമർശിക്കപ്പെട്ട ആളെയാണ് പരിഗണിക്കുന്നത്. അല്ല എങ്കിൽ ആദ്യം വരുന്നയാളെയാണ് പരിഗണിക്കുക. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത്. ക്വസ്റ്റ്യൻ ടാഗിൽ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് വരുന്ന എക്സ്പ്ലനേഷനിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ട് പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് 2024, 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. താങ്ക്